ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 23-ാം സങ്കീർത്തനത്തിൽ ആട്ടിടയനായിരുന്ന ദാവീദ് താൻ അറിഞ്ഞ, താൻ മനസ്സിലാക്കിയ, അനുഭവത്തിലൂടെ താൻ തിരിച്ചറിഞ്ഞ തന്റെ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: യഹോവ എന്റെ ഇടയനാകുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. എന്നെ കരുതുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന നല്ല ഇടയനായ കർത്താവ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, ശുദ്ധമായ ജലത്തിന്റെ അരികിലേക്ക് എന്നെ നയിക്കുന്ന ഇടയൻ. ഈ ഇടയൻ എൻ്റെ കൂടെയുണ്ട് എങ്കിൽ അന്ധകാരത്തിന്റെ കൂരിരുളിന്റെ താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തെ ഇടയനായി ചിത്രീകരിച്ച് ആ ഇടയന്റെ ഗുണഗണങ്ങളെ ദാവീദ് വിവരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷങ്ങളിലൂടെ കർത്താവ് പ്രകാരം പറയുന്നുണ്ട്: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്നു. പഴയ പുതിയ നിയമങ്ങളിൽ പലയിടങ്ങളിലും ദൈവത്തെ ഇടയനായി സങ്കല്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും വിവരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മുടെ ഇടയനാണ് എങ്കിൽ ദൈവജനമാകുന്ന നാം ദൈവത്തിന്റെ ആടുകളാണ്. ഇടയനും ആടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെ ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ദൈവജനം, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ ജനമാണോ? എങ്കിൽ നാം ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നവനാണ്, തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ്, തൻ്റെ ആടുകൾക്ക് വേണ്ടി കരുതുന്നവനാണ്, തൻ്റെ ആടുകളെ മുൻപിൽ നിന്ന് നയിക്കുന്നവനാണ്. ശത്രുവായവൻ, ചെന്നായ്ക്കളും മറ്റ് വന്യമൃഗങ്ങളും ആടുകളെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്നവനാണ്. മറ്റൊരർത്ഥത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നവനാണ് നല്ല ഇടയൻ. യേശു നല്ല ഇടയനാണ്. എന്നാൽ നാം അവന്റെ ആടുകളാണോ? നാം ദൈവത്തിന്റെ ജനമാണോ? നാം ആടുകൾ ആണോ? എനിക്ക് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയുന്നത്? എന്താണ് ആടുകളുടെ പ്രത്യേകത? ക്രിസ്തുവാകുന്ന ഇടയന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ എന്നിൽ ഉണ്ടാകേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് എനിക്ക് ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ കഴിയുന്നത്? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാൻ, ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയണം, ഇടയനെ അനുഗമിക്കുവാൻ കഴിയണം. ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കുകയും കയറുകയും ചെയ്യുന്ന രക്ഷയുടെ അനുഭവത്തിന്റെ ഭാഗമായി മാറണം. ഇടയന്റെ ആടുകൾ ഇടയനെ അറിയുന്നവർ ആയിരിക്കും. ഇടയന്റെ ആടുകൾ ഇടയനെ അറിയുന്നവർ ആയിരിക്കും. ആടുകൾ ഇടയന്റേതാണ്. ഇടയന്റെ മധ്യസ്ഥതയിലുള്ളവരാണ് ആടുകൾ. ഇടയനോട് ചേർന്ന് നടക്കേണ്ടുന്നവരാണ്, ഇടയനോട് ചേർന്ന് ജീവിക്കേണ്ടുന്നവരാണ്. കാരണം ഇടയന്റെ സംരക്ഷണയിലാണ് ആടുകളുടെ ജീവിതം നിലനിൽക്കുന്നത്. പ്രിയ ദൈവജനമേ, ദൈവജനം എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം എന്ന നിലയിൽ ഈ ഞായറാഴ്ചയിലെ ചിന്തകൾ നമുക്ക് നൽകുന്ന ദർശനങ്ങൾ എന്തൊക്കെയാണ്? പാഠമായിട്ട് നമുക്ക് നൽകിയ വേദഭാഗങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വേദഭാഗങ്ങൾ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത ഇതാണ്: ദൈവജനം അഥവാ ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം വിശുദ്ധ ജനമാണ്. ദൈവജനം, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം വിശുദ്ധ ജനമാണ്. ഫ്ലോക്സ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എ പ്യൂരിഫൈഡ് പീപ്പിൾ. ഫ്ലോക്സ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എ പ്യൂരിഫൈഡ് പീപ്പിൾ. ശുദ്ധീകരിക്കപ്പെട്ട ജനമാണ് ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം. യാക്കോബ് ഒരു യാത്രയിലാണ്. പദൻ അരാമിൽ നിന്നും കനാനിലേക്കുള്ള യാത്ര. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് സഹോദരനെയും മാതാപിതാക്കളെയും വിട്ട് പദൻ അരാമിലേക്ക് കടന്നു വന്നതാണ് യാക്കോബ്. ഇതാ ഇന്ന് തന്റെ ഭാര്യമാരും മക്കളും ദാസന്മാരും മൃഗസമ്പത്തുമായി തന്റെ നാട്ടിലേക്കുള്ള, തന്റെ പിതൃഭവനത്തിലേക്കുള്ള മടക്കയാത്രയിലാണ്. കടന്നുപോകുന്ന യാത്രയിൽ യാക്കോബ് തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നുണ്ട്. ഇന്നലകളിൽ ഭയന്നിരുന്ന, എങ്ങനെ സഹോദരൻ എന്നെ സ്വീകരിക്കുമെന്നൊക്കെ ചിന്തിച്ചിരുന്നിടത്ത് വളരെ സ്നേഹത്തോടെ സഹോദരൻ യാക്കോബിനെ സ്വീകരിക്കുന്നുണ്ട്. ആ സന്തോഷത്തിൽ യാക്കോബ് വീണ്ടും ജീവിക്കുകയാണ്. ഇന്ന് യാക്കോബ് പാർക്കുന്നത് ശേഖേമിലാണ്.
കാനാനിലുള്ള ഒരു ഗ്രാമമായ ശേഖേമിൽ കൂടാരമടിച്ച് യാക്കോബ് പാർക്കുകയാണ്. ശേഖേമിൽ യാക്കോബ് ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിയുന്നുണ്ട്. ഇപ്രകാരം കടന്നുപോകുന്ന ഇടങ്ങളിലെല്ലാം തന്റെ പിതാക്കന്മാരെ പോലെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന യാക്കോബ്, ഇവിടെ യാക്കോബ് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയും ആ ഇടത്ത് പാർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില അനിഷ്ട സംഭവങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. തന്റെ മകൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. തന്റെ മക്കൾ കുലപാതകന്മാരായിട്ട് മാറിയിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും പേറി യാത്ര പുറപ്പെട്ടിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നത് യാക്കോബിനെ ചിന്തിപ്പിച്ചിരിക്കാം. ഇപ്രകാരം ശേഖേമിൽ കൂടാരമടിച്ച് യാഗപീഠം പണിത് അവിടെ തന്റെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിൽ ദൈവത്തിന്റെ ആലോചന യാക്കോബിനുണ്ടാവുകയാണ്. അത് പ്രകാരമാണ്: നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കാം. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്നും നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക, അവിടെ നിന്റെ ദൈവത്തിന് ഒരു യാഗപീഠം ഉണ്ടാക്കുക. 20 വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് യാക്കോബ് യാത്ര ചെയ്യുകയാണ്. 20 വർഷത്തിന് മുമ്പ് താൻ ബഥേലിൽ ആയിരുന്നൊരു നിമിഷമുണ്ട്. തന്റെ സഹോദരനെ ഭയന്ന് മാതാപിതാക്കളിൽ നിന്നും അകന്ന് തന്റെ അമ്മാവന്റെ ഭവനത്തിലേക്കുള്ള യാത്രാമധ്യേ താൻ കിടന്നുറങ്ങിയ ലൂസ് എന്ന് പറയുന്ന ഇടം, ബഥേൽ എന്ന് താൻ പേര് നൽകിയത് ആ ഇടം. ആ ഇടത്ത് രാത്രിയിൽ യാക്കോബ് ദൈവീക ദർശനം കാണുന്നുണ്ട്, ദൈവീക സാന്നിധ്യം കാണുന്നുണ്ട്. അവിടെ വെച്ച് യാക്കോബ് ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. ദൈവമേ, എന്റെ യാത്രയിൽ നീ കൂടെ ഉണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനെല്ലാം നീ തരണം ചെയ്ത് എന്നെ സുരക്ഷിതമായിട്ട് എന്റെ അമ്മാവന്റെ ഭവനത്തിൽ എത്തിക്കണം. മടക്കി എന്നെ എന്റെ മാതാപിതാക്കളുടെ അരികിൽ എത്തിക്കണം. അങ്ങനെ ചെയ്താൽ ഇന്നതൊക്കെ ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യാം. തന്നെ സമർപ്പിച്ച ദൈവവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടതായ ഒരിടമാണ്. കഴിഞ്ഞ 20 വർഷകാലം തന്നെ നടത്തിയത് ഈ ദൈവമാണ് എന്നും തന്നെ കരുതിയത് ഈ ദൈവമാണെന്നും ആ ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നുവെന്നും യാക്കോബ് തിരിച്ചറിയുന്ന ഇടമാണ് ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 1-ാമത്തെ വാക്യം. ഈ ദൈവിക ആലോചന തനിക്കുണ്ടാകുമ്പോൾ, തന്റെ ഇടയനെ കുറിച്ച് അവന് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ, ഉടൻ തന്നെ യാക്കോബ് പ്രതികരിക്കുന്ന പ്രകാരമാണ്. അവൻ തന്റെ ഭവനത്തെ വിളിച്ചുകൂട്ടി തന്റെ ഭാര്യമാരെ, തന്റെ മക്കളെ, തന്റെ ദാസിദാസന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് അവരോട് പറയുകയാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നമ്മുടെ അരികിലുള്ള അന്യദേവന്മാരെ ഒഴിവാക്കുക. ശേഖേമിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചിരുന്ന യാക്കോബ് അപ്പോഴും തന്റെ ജീവിതത്തിന്റെ അശുദ്ധികളെ കുറിച്ച് തിരിച്ചറിയാതെ യാക്കോബ് ജീവിക്കുന്നുണ്ട്. തന്റെ കുടുംബത്തിന്റെ അശുദ്ധികളെ കുറിച്ച്, ശുദ്ധിയില്ലാത്ത ജീവിതത്തെ കുറിച്ച് യാക്കോബ് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അപ്പോഴും അവൻ യാഗപീഠം പണിയുന്നുണ്ട്, അപ്പോഴും അവൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ശേഖേമിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുമ്പോൾ 20 വർഷങ്ങളായി താനും ദൈവവും തമ്മിലുള്ള ആഴമേറിയ ബന്ധം തിരിച്ചറിയുമ്പോൾ, തന്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്ന, തന്നെ നടത്തിയ ആ ദൈവത്തെ വ്യക്തമായിട്ട് അവൻ ബോധ്യപ്പെടുമ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോട് പറയുകയാണ്: നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. കാരണം അശുദ്ധിയോടെ ഒരിക്കലും ഈ ദൈവത്തോട് ചേർന്ന് നടപ്പാനായിട്ട് കഴിയുകയില്ല. പ്രിയ ദൈവജനമേ, ശെഖേമിൽ നിന്നും ബഥേലിലേക്കുള്ള യാത്രയാണ് നമ്മെ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള യാത്ര, അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള യാത്ര. നിങ്ങളുടെ അന്യദേവന്മാരുമായി, അന്യ വിഗ്രഹങ്ങളുമായി, രഹസ്യമായിട്ട് നാം കരുതുന്ന ചില വിഗ്രഹങ്ങളുമായി ഒരിക്കലും ഇടയനായ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ നമുക്ക് കഴിയില്ല. ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുവാനും നമുക്ക് കഴിയില്ല. നാം ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ വചനം നമ്മിലൂടെ ചില ശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്, വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്. ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിച്ചു കളയാതെ, വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയാതെ ഒരിക്കലും ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയില്ല. ശേഖേമുകളെ ഉപേക്ഷിച്ച് ബഥേലിലേക്കുള്ള യാത്രയാണ് തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ക്രിസ്തു പ്രതീക്ഷിക്കുന്നത്. ബഥേലിൽ കടന്നുപോയി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഉപേക്ഷിക്കേണ്ടുന്ന അന്യദേവന്മാരെയെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ബഥേലിൽ കടന്നുപോയി യാക്കോബ് ദൈവത്തിന് യാഗപീഠം പണിയുമ്പോൾ ദൈവം യാക്കോബിന്റെ പേര് മാറ്റുകയാണ്. യാക്കോബിനോട് പറയുകയാണ്: ഇനി നീ അറിയപ്പെടാൻ പോകുന്നത് യാക്കോബ് എന്ന പേരിലല്ല, പിന്നെയോ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടും. അവനൊരു പുതിയ പേര് നൽകി
അവന്റെ മേലുള്ള ദൈവികമായ വാഗ്ദാനങ്ങളെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് യാക്കോബിനെ പ്രവേശിപ്പിക്കുകയാണ്. ഒരു ഇടയന്റെ കരുതലും ഇടയന്റെ സംരക്ഷണവും തുടർന്നും യാക്കോബ് ആഴമായിട്ട് തിരിച്ചറിയുന്നത് ബഥേലിൽ ആണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ബഥേൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഇടമാണ്. ചില ഇടങ്ങളിലൊക്കെ ഈ ഇടയനിൽ നിന്നും അകന്നു പോയവരായിരിക്കാം നാം. ഇടയനെ അറിയാതെ നാം ജീവിച്ചവരായിരിക്കാം. മറ്റനേകം ഇടയന്മാരുടെ ശബ്ദം കേട്ട് യാത്ര ചെയ്തവരായിരിക്കാം നാം. എന്നാൽ എന്റെ ഇടയനാണ് എന്ന വ്യക്തമായ ബോധ്യം, തിരിച്ചറിവ് ഇടയൻ നമുക്ക് നൽകുമ്പോൾ ആ ശബ്ദം കേട്ട് നമ്മെ തന്നെ ശുദ്ധീകരിച്ച ആ ഇടയന്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് ദൈവജനം ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായിട്ട് മാറ്റപ്പെടുന്നത്. ഒന്നാമതായി, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ്, വിശുദ്ധരായി ജീവിക്കേണ്ടുന്ന ജനമാണ്. രണ്ടാമതായി, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം പ്രതികരിക്കുന്ന ജനമാണ്. ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം പ്രതികരിക്കുന്ന ജനമാണ്. ഇടയന്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്ന ജനം, ഇടയന്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്ന ആടുകൾ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം പ്രതികരിക്കുന്ന ജനമാണ്. The flock of Christ is a responsive people. ഇടയന്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നവർ. പൗലോസും ശീലാസും മിഷണറി യാത്രയിലാണ്. കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കടന്നുപോയി വളരെ ആഴമേറിയ ദൈവിക സത്യങ്ങളെ ദേശത്തോട് അറിയിക്കുകയാണ്, സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഇന്ന് അവർ പാർക്കുന്നത് ഫിലിപ്പി എന്ന് പറയുന്ന മക്കെദോനിയയിലെ ഒരു ഗ്രാമത്തിലാണ്. ഒരു ശബത്ത് നാളിൽ ദേവാലയ ഗോപുരം തേടി രണ്ടുപേരും ഇറങ്ങിയതാണ്. എവിടെയാണ് നിങ്ങൾക്ക് കടന്നുപോയി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുക എന്ന ചിന്തയോടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ആരാധനാലയം തേടിയിറങ്ങിയ പൗലോസും ശീലാസും കടന്നുപോകുന്ന വഴിയിൽ ഒരു പുഴ കാണുന്നുണ്ട്. ആ പുഴയുടെ അരികിൽ കുറെ സ്ത്രീകൾ ഇരുന്ന് എന്തൊക്കെയോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പൗലോസും ശീലാസും അവരുടെ അരികിലേക്ക് കടന്നുപോയി. പൗലോസ് അവരോട് വചനം സംസാരിച്ചു. പൗലോസ് വളരെ ആഴമേറിയ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ വചനം കേട്ടവരുടെ കൂട്ടത്തിൽ ലുദിയ എന്ന് പറയുന്ന തുയത്തൈരക്കാരിയായ രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ദൈവഭക്തയായ സ്ത്രീ ആയിരുന്നുവെന്നാണ്. ദൈവഭക്തയായ സ്ത്രീ ആയിരുന്നു. പൗലോസ് വചനം സംസാരിക്കുമ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറക്കുകയും അവൾ ഹൃദയം കൊണ്ട് ഈ വചനം ഏറ്റെടുക്കുകയും ആ പ്രസംഗം കഴിയുമ്പോൾ തന്നെ, ആ വചന പ്രഘോഷണം കഴിയുമ്പോൾ തന്നെ സ്നാനപ്പെട്ട് സഭയുടെ ഭാഗമായിട്ട് മാറി. വചനം പറയുന്ന അവളും അവളുടെ കുടുംബവും സ്നാനപ്പെട്ടു എന്നാണ്. അത് മാത്രമല്ല, പൗലോസിനെയും ശീലാസിനെയും തന്റെ ഭവനത്തിൽ കൈക്കൊള്ളുവാൻ അവൾ തയ്യാറാകുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ അവിടെ കാരാഗ്രഹത്തിൽ നിന്ന് വിമോചിതനാകുന്ന പൗലോസും ശീലാസും ലുദിയയുടെ വീട്ടിൽ കടന്നു പോവുകയും അവിടെയുള്ള സഹോദരീ സഹോദരന്മാരെ, അവിടെയുള്ള വിശുദ്ധന്മാരെ, അവിടെയുള്ള സഭയെ കണ്ട് അഭിസംബോധന ചെയ്ത് മടങ്ങി എന്നതാണ്. ഫിലിപ്പിയിലെ ആദ്യത്തെ സഭ സ്ഥാപിക്കപ്പെടുന്നത് ലുദിയയുടെ ഭവനത്തിലാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഹൃദയം തുറന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനോട് വളരെ വ്യക്തമായി പ്രതികരിക്കുന്ന ലുദിയയാണ് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം പ്രതികരിക്കുന്ന ജനമാണ്. ഇടയന്റെ ശബ്ദത്തോട്, ഇടയന്റെ ആലോചനകളോട് പ്രതികരിക്കുന്ന ജനം. ലുദിയ ദൈവജനം കേട്ടതിനെ കുറിച്ച് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അവൾ ചെവി തുറന്ന് കേട്ടു എന്നല്ല, കണ്ണു തുറന്ന് കണ്ടു എന്നല്ല, ഹൃദയം തുറന്ന് കേട്ടു എന്നാണ്. താൻ കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിപ്പാനും അത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും അത് പ്രവൃത്തിയാക്കി മാറ്റുവാനും അവൾക്ക് കഴിഞ്ഞുവെന്നാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്? ദൈവജനമേ, എത്രയോ നാളുകളായി നാം വചനം കേൾക്കുന്നവരാണ്. എന്നാൽ ഹൃദയം തുറന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ വചനങ്ങളും കേട്ടു കഴിയുമ്പോൾ ആ വചനത്തിന് മുമ്പിലുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്? ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. ഇടയൻ നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുന്നതാണ്. ഓരോ വചനങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ഇരിക്കുന്ന സ്റ്റേജിൽ പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങളായാലും ആ വചനം ഓരോ വ്യക്തികളോടും വ്യക്തിപരമായി സംസാരിക്കുന്നതാണ്, വ്യക്തിപരമായി ഇടപെടുന്നതാണ്. ഈ വചനത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ പ്രതികരണമാണ് നമ്മെ ഇടയന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. ഈ ഒരു പ്രതികരണം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇടയന്റെ ശബ്ദത്തോട് പ്രതികരിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ലുദിയ അവൾ കേട്ട വചനം
അവളെ വിശ്വാസിയാക്കി മാറ്റുകയാണ്, അവളെ രൂപാന്തരപ്പെടുത്തുകയാണ്. അവൾ സ്നാനപ്പെട്ട് സഭയുടെ ഭാഗമായിട്ട് മാറുകയാണ്. സ്വന്തം ഭവനം ഒരു ദേവാലയമായി രൂപാന്തരപ്പെടുകയാണ്. ഒരു കൊച്ചു ഭവനം ഒരു ദേവാലയമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഫിലിപ്പിയിലെ ആദ്യത്തെ സഭയായിട്ട് അത് വളരുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവജനം എന്ന നിലയിൽ ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് നാം മാറണമെങ്കിൽ പ്രതികരിക്കുന്ന ദൈവജനമായി, പ്രതികരിക്കുന്ന ആടുകളായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. ഇടയന്റെ ശബ്ദത്തോട്, ഇടയന്റെ ആലോചനകളോട്, ഇടയന്റെ മുന്നറിയിപ്പുകളോട് പ്രതികരിക്കുന്ന ഇടത്താണ് ദൈവജനം ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായിട്ട് രൂപാന്തരപ്പെടുന്നത്. മൂന്നാമതായി നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത ഇതാണ്: ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം ജീവൻ നൽകുന്ന ഇടയനെ അനുഗമിക്കുന്നവർ. ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടം ജീവൻ നൽകുന്ന ഇടയനെ അനുഗമിക്കുന്നവർ. മറ്റൊരർത്ഥത്തിൽ ജീവൻ നൽകുന്ന ഇടയന്റെ ശബ്ദം അനുകരിക്കുന്നവർ. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായം ഇടയന്മാരെ കുറിച്ചാണ് ഒന്നാമതായിട്ട് യോഹന്നാൻ പറയുന്നത്. ആരാണ് നല്ല ഇടയനെന്നും ആരാണ് കള്ളനും കവർച്ചക്കാരനും എന്നല്ല വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. 6-ാമത്തെ വാക്യം വരെ പറഞ്ഞു നിർത്തിയിട്ട് വീണ്ടും അത് കുറച്ചുകൂടി തന്റെ അരികിലായിരിക്കുന്ന ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ വീണ്ടും ആഴമായി വളരെ വിശദമായിട്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആരാണ് നല്ല ഇടയൻ, ആരാണ് കള്ളനായി കവർച്ചക്കാരനായി ഇടയന്റെ വേഷം ധരിച്ചു കടന്നു വരുന്നവൻ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പറയുകയാണ്. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയന്റെ പ്രത്യേകത, നല്ല ഇടയൻ വാതിലിലൂടെ കടന്നു വരുന്നവനാണ്. നേരായ മാർഗത്തിലൂടെ ആടുകളുടെ അരികിലേക്ക് കടന്നു വരുന്നവനാണ്. നല്ല ഇടയൻ വാതിലായി മാറുന്നവനുമാണ്. ശരിയായ വാതിലൂടെ കടന്നു വരുന്നവനാണ്, വാതിലായി മാറുന്നവനുമാണ്. അതേ ഇടത്തു തന്നെ കർത്താവ് രേഖപ്പെടുത്തുകയാണ്, എന്നാൽ ചില കള്ളന്മാരും കവർച്ചക്കാരും ഇടയന്റെ വേഷം ധരിച്ചു കടന്നു വരും. അവരെങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? അവരൊരിക്കലും നേരായ മാർഗത്തിലൂടെ ശരിയായ വാതിലിലൂടെ കടന്നു വരുന്നവരായിരിക്കില്ല. പിന്നെയോ വേറെ വഴിയായി കടന്നു വരുന്നവരാണ്. അവർ കള്ളന്മാരും കവർച്ചക്കാരും ആണ്. ഒരു ആടിന്റെ പ്രത്യേകത, നല്ല ഇടയനെ തിരിച്ചറിയാനായിട്ട് കഴിയണം. ആ ഇടയനെ അനുഗമിക്കുന്നവർ ആയിരിക്കണം. നല്ല ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാനും നല്ല ഇടയന്റെ ശബ്ദം കേട്ട് നല്ല ഇടയനെ അനുഗമിക്കുവാനും കഴിയുന്നവരാണ് ആ നല്ല ഇടയന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയുന്നത്. കള്ളനും കവർച്ചക്കാരനും കള്ളന്റെയും കവർച്ചക്കാരന്റെയും രൂപത്തിലായിരിക്കില്ല ആടുകളുടെ അരികിലേക്ക് വരുന്നത്, ഇടയന്റെ രൂപത്തിലായിരിക്കാം. എന്നാൽ ശബ്ദം കൊണ്ട് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഒരുപക്ഷെ രുചികരമായ പുല്ല് ഈ ഇടയന് വാഗ്ദാനം ചെയ്യും, ശുദ്ധമായ ജലം നമുക്ക് മുമ്പിൽ വാഗ്ദാനം ചെയ്യും. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവനെ തന്നെ അപകടത്തിലേക്ക് വരുത്തുവാനാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ്, ശരിയായ ഇടയൻ ആരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നിടത്താണ് നല്ല ഇടയന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ കഴിയുന്നത്, ജീവനിലേക്ക്, സമൃദ്ധമായ ജീവനിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയുന്നത്. ഇല്ല എങ്കിൽ അപകടം കടന്നു വരുമ്പോൾ, ചെന്നായ്ക്കൾ കടന്നു വരുമ്പോൾ അവിടെ മുമ്പിൽ തീർച്ചയായിട്ടും നാം അകപ്പെട്ടു പോകും. ദൈവജനമേ, ഇടയന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നവനെ ജീവനിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയും. ഇടയന്റെ ശബ്ദം തിരിച്ചറിയുക, ഇടയന്റെ ലക്ഷ്യം തിരിച്ചറിയുക. നേരായ മാർഗം, നേരിന്റെ മാർഗം, ശരിയുടെ മാർഗം, നീതിയുടെയും സത്യത്തിന്റെയും മാർഗം, ഈ മാർഗം തേടാത്തത് ഒന്നും നല്ല ഇടയന്മാരല്ല എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഇടയനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നവരാണോ നാം? ഇന്ന് ഒരുപക്ഷെ അനേകം ശബ്ദങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ ശബ്ദങ്ങൾക്കിടയിൽ ക്രിസ്തുവിന്റെ ശബ്ദം തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? സ്വാർത്ഥതയുടെ, കവർച്ചയുടെ, കള്ളത്തനത്തിന്റെ മുഖങ്ങളെ മറച്ചു വെച്ച് മുഖം മൂടിയടിഞ്ഞ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന കള്ളന്മാരെ തിരിച്ചറിയാനായിട്ട് സഭയ്ക്ക് കഴിയുന്നുണ്ടോ? വിശ്വാസ സമൂഹത്തിന് ഇന്ന് കഴിയുന്നുണ്ടോ? നല്ല ഇടയനായ കർത്താവ് നമ്മോടുകൂടെ നടക്കുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്, നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി ജീവനെ നൽകുന്നവനാണ്. യേശു നല്ല ഇടയനാണ്. നാം അവന്റെ ആടുകളാണോ? കർത്താവ് നല്ല ഇടയനാണ്. പ്രിയ ദൈവജനമേ, നാം അവന്റെ ആടുകളാണോ? നാം ദൈവജനമാണോ? നാം ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ
ഭാഗമാണോ? നാം ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമാണ് എങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇന്നലകളിൽ നാം പേര് നടക്കുന്ന അശുദ്ധിയുടെ വിഗ്രഹങ്ങളെ ഒഴിവാക്കി വിശുദ്ധമായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ ശേഖേമുകളിൽ നിന്നും ബഥിലിലേക്ക്, അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ഒരു യാത്ര അനിവാര്യമാണ്. നാം ദൈവജനമാണ് എങ്കിൽ അവന്റെ വാക്കുകളോട്, അവന്റെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുന്ന ജനമായി, പ്രതികരിക്കുന്ന ആടുകളായിട്ട് നാം രൂപാന്തരപ്പെടേണ്ടതുണ്ട്. നാം ദൈവത്തിന്റെ ജനമാണ് എങ്കിൽ ജീവൻ നൽകുന്ന ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാൻ, ജീവൻ നൽകുന്ന ഇടയനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഭാഗമായിട്ട് നാം നിലനിൽക്കുന്നവരാണ് എങ്കിൽ ശരിയുടെ പാതയിൽ, അനുഗ്രഹത്തിന്റെ പാതയിൽ, ജീവന്റെ പാതയിലൂടെ സഞ്ചരിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ദാവീദ് പറയുന്നത് പോലെ, കൂരിരുളിന്റെ താഴ്വരകളിലൂടെ ഞാൻ കടന്നുപോയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം എന്റെ ഇടയൻ എന്നോട് കൂടെയുണ്ട്. എനിക്ക് ചുറ്റുപാടും അന്ധകാരമാണ്, കൂരിരുട്ടാണ്, അടുത്ത കാൽച്ചുവടുകൾ ഞാൻ എവിടെയാണ് എടുത്തു വയ്ക്കുന്നു എന്ന് എനിക്ക് വ്യക്തമല്ല. അത് ഗർത്തമാണോ, അത് ശരിയായ പാതയാണോ, ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അതൊന്നും ഭയപ്പെടുന്നില്ല, കാരണം എന്റെ ഇടയൻ എന്നോട് കൂടെയുണ്ട്. ഈ ഇടയൻ ശരിയായ പാതകളിലൂടെ നമ്മൾ നടത്തും. അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇടയൻ നമ്മെ നടത്തും. ശുദ്ധമായ ജലത്തിന്റെ തടാകങ്ങളിലേക്ക് ഇടയൻ നമ്മെ നടത്തും. ഈ ഇടയന്റെ ശബ്ദം കേട്ടുകൊണ്ട്, ഈ ഇടയന്റെ ശബ്ദത്തോട് പ്രതികരിച്ചുകൊണ്ട്, ഇടയനെ അനുഗമിച്ചുകൊണ്ട് നിത്യതയുടെ ഭാഗമായിട്ട് മാറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.